ഹരീഷിനോട് സംസാരിച്ചു ഋതികെ? ഞങ്ങള് കാണാൻ പോയിരുന്നു, പക്ഷെ ഹരീഷ് അവിടെ ഇല്ലായിരുന്നു. ശ്രീ വിഷമിക്കണ്ട, ശ്രീയെ കാണാൻ ഹരീഷ് വരും. ഷുവർ. അവളുടെ മകളെ ഞാൻ എന്റെ മകന്റെ ഭാര്യയായി ഇനി ഇങ്ങോട്ട് സ്വീകരിക്കണോ? ഒരിക്കലും സ്വീകരിക്കരുത്. നിങ്ങളെ ദൈവം ശപിച്ചുകളെ. അവളെ അവൻ ഡിവോഴ്സ് ചെയ്യണം. അത് ഞാൻ ചെയ്യിപ്പിക്കണം. പക്ഷെ സാവിത്രി, നാട്ടുകാരുടെ മുമ്പില് അവൾ അവന്റെ ഭാര്യയല്ലേ? എന്ന് വെച്ച് അമ്മയാണോ ഭാര്യയാണോ വലുതെന്നൊക്കെ ചോദിച്ചാ ഇന്നത്തെ പിള്ളേർക്ക് ഭാര്യ തന്നെയാ വലുത്. അത്തരത്തിലാണല്ലോ തലയണ മന്ത്രം. രുക്മിണി, അങ്ങനെയൊന്നുമില്ല. തലയണ മന്ത്രം ബെഡ്ഷീറ്റ് മന്ത്രം ഒന്നും വിലപ്പാവില്ല. അതിന് അമ്മ മകനെ വരച്ച വരയിൽ നിർത്തുക. 10 പൈസ ഓഹരിയായി തരില്ലെന്ന് തീർത്തങ്ങ് പറയണം. മരണശേഷം സ്വത്തുക്കൾ അനാഥാലയത്തിനാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം. മകനായാലും മകളായാലും കാലയിൽ വന്നങ്ങ് വീഴും, സാഷ്ടാംഗം വന്ന് വീഴും. മരുമോളെം കൂട്ടി വീട് കയറി തല്ലാൻ വന്നതാണോ? തല്ലാനും കൊല്ലാനുമുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഞാനാണല്ലോ. കാര്യം മനുഷ്യര് തമ്മില് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എന്നാലും അവരെ കൊണ്ട് രുക്മിണിയെ തല്ലിച്ചത് ഒട്ടും ശരിയായില്ല രാധമ്മേ. രുക്മിണിയെ തല്ലാൻ ഞങ്ങൾ ആരും അവരോട് പറഞ്ഞിട്ടില്ല. അവരും രുക്മിണിയെ പോലെ തന്നെ എന്റെ മറ്റൊരു മകളുടെ അമ്മായിമ്മയാ. ആന്റിയെ തല്ലിയത് ഞങ്ങൾ പിന്നീട് അറിഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങള് മാപ്പ് ചോദിക്കുന്നു. മതി നിങ്ങളുടെ മാപ്പ്. ആ വൃത്തികെട്ട കിളവിയെ കൊണ്ട് എന്റെ അമ്മയെ തല്ലിച്ചിട്ട് മാപ്പ് പറയാൻ വന്നിരിക്കുന്നോ? ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ഹരീഷേ. വല്യമ്മ രുക്മിണി ആന്റിയെ തല്ലുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾ പറഞ്ഞില്ലായിരിക്കും, പക്ഷെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെന്റെ അമ്മയെ അടിച്ചു. ആ അടി കണ്ട് നിങ്ങളെല്ലാരും ഉള്ളാലെ അങ്ങ് സന്തോഷിച്ചു. എന്റെ ഭാര്യയായിരുന്നവൾ ഉൾപ്പെടെ. ഞങ്ങൾ പറഞ്ഞ സത്യമോ മോനെ? തെറ്റ് ചെയ്ത അവരാണെങ്കിലും അതിന് മാപ്പ് ചോദിക്കാൻ തന്നെയാ ഞങ്ങൾ വന്നത്. ഓ, വിശദീകരിക്കണ്ട. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും എന്നോട് പറയാൻ വേണ്ട. എന്നോടും എന്റെ കുടുംബത്തോടും നിങ്ങൾ ചെയ്തതൊന്നും എനിക്കത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. പാവപ്പെട്ട എന്റെ അമ്മയുടെ ഈ കാലിൽ വീണ് നിങ്ങളുടെ കുടുംബം ഒന്നടങ്കം വീണ് മാപ്പ് പറഞ്ഞാലും ഞങ്ങളോട് ചെയ്തതിന് പകരം ആവില്ല. ഓനെ, ഞങ്ങൾ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തേ? എന്താ ചെയ്തേന്നോ പറയട്ടെ. ഞാൻ എന്റെ പെങ്ങളെ രാജു, അവന്റെ പെങ്ങളെ ഞാനും എന്ന മാറ്റ കല്യാണം ഞാൻ വാക്ക് വലിച്ചു. സ്നേഹിച്ച പെണ്ണല്ലേന്ന് കരുതി ഞാൻ അവളെ ചതിച്ചില്ല. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. പക്ഷെ നിങ്ങളുടെ മകൻ രാജു ഇവളെ കെട്ടാൻ വേണ്ടി എന്റെ പെങ്ങളെ ചതിച്ചു. അവളുടെ ജീവിതം തകർന്നു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ചോ? ഇല്ല. പിന്നെ എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? മഹാപാപം പറയല്ലേ മോനെ. നിക്ക്, ബാക്കിയുടെ കേക്ക്. എന്റെ അച്ഛനും അമ്മയും കൂടി ഉണ്ടാക്കിയ ആ വീട്, അതിപ്പോ എങ്ങനെ സമ്പാദിച്ചതാണെങ്കിലും അതവരുടെ കഷ്ടപ്പാടിൽ നിന്നും ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾ പിടിച്ചു മേടിച്ചില്ലേ? എന്ത് മര്യാദകട ഹരീഷേ പറയുന്നത്? മറ്റൊരാൾക്ക് നിങ്ങൾ വിറ്റ വീട് അയാൾക്ക് പണം കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചതാ. അതാണ് സത്യം. എന്നിട്ടെല്ലാം കഴിഞ്ഞ് എന്റെ വീട്ടിൽ കയറി എന്നെ തല്ലി അവളെ ഇറക്കിക്കൊണ്ടും പോയി. ഇറക്കിക്കൊണ്ടു പോയത് നിന്റെ അമ്മ അവളെ കൊല്ലാൻ നോക്കിയതുകൊണ്ടാ മോനെ. എന്റെ അമ്മ അങ്ങനെ ആരെയും കൊല്ലില്ല. ഒടുവില് എല്ലാരും കൂടെ അവളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മനസ്സ് മാറ്റിച്ചു. ചോദിക്കാൻ വന്ന എന്റെ അമ്മയെ പെരുവഴിയിലിട്ട് തല്ലി. ഇനി എനിക്ക് നിങ്ങളുടെ മോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ കാര്യവും പറഞ്ഞ് ആരും ഇവിടെ വരാനും പാടില്ല. ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോവരുത്. കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല.
മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോണം. ഇല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഞാൻ തന്നെ തിളച്ചിട്ടിരിക്കുന്ന മറ്റൊരു ഞാനുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. രാധമേ വാ. ശ്രീയോട് ഇനി എന്ത് പറയും മോളെ? അല്ല, ശ്രീലക്ഷ്മിയോട് പറഞ്ഞോ നമ്മൾ ഹരീഷിനെ കാണാൻ പോകുന്നെന്ന്? പറഞ്ഞില്ല, പക്ഷെ അവൾ അറിഞ്ഞു കാണും നമ്മൾ പോയത്. അങ്ങനെയാണെങ്കിൽ ശ്രീലക്ഷ്മിയോട് നമുക്കൊരു നുണ പറയാം. നമ്മൾ ഹരീഷിനോട് സംസാരിക്കാൻ പോയിരുന്നു, പക്ഷേ ഹരീഷ് അവിടെ ഇല്ലായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ മോളെ, ഹരീഷിന്റെ തീരുമാനം. ഹരീഷ് പലതും തെറ്റിദ്ധരിച്ച് പറയുന്നതല്ലേ രാധമേ? അതൊന്നും സാരമില്ല. ഇതൊക്കെ രാജുവിനെ കൊണ്ട് സംസാരിപ്പിച്ച് നമുക്ക് ശരിയാക്കാം. രാധമ ഇപ്പോൾ ശ്രീയോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. രാധമ്മ വാ. ഹരീഷിനോട് സംസാരിച്ചു ഋതികെ? ഞങ്ങൾ കാണാൻ പോയിരുന്നു, പക്ഷേ ഹരീഷ് അവിടെ ഇല്ലായിരുന്നു. ശ്രീ വിഷമിക്കണ്ട, ശ്രീയെ കാണാൻ ഹരീഷ് വരും. ഷുവർ. നിനക്ക് എവിടെ നീട്ടി നമ്പര്? അവൻ തരികടയല്ലേ, അപ്പൊ ഞാനൊരു തരികട കാണിച്ചു. ദീപകിന്റെ ഫോണിൽ നിന്ന് ഞാൻ ഈ നമ്പർ അങ്ങ് എടുത്തു. ഈ സിം എടുത്തിരിക്കുന്നത് ഒരു നന്ദന പിള്ളയുടെ പേരിലാണ്. നന്ദന പിള്ള? യെസ്, തീർന്നിട്ടില്ല. അവളുടെ അച്ഛന്റെ പേരേട്ടാ നീ ഞെട്ടും. ആരാ അവളുടെ തന്തപ്പടി? ഒരൊന്നൊന്നര തന്തപ്പടിയാ, മിസ്റ്റർ അനന്തം പിള്ള. കറക്റ്റ്. എന്റെ അസംഷൻ വളരെ ശരിയാ. പക്ഷെ അവൾ ഇന്ത്യയിലില്ല, അമേരിക്കയില. ആ, അപ്പൊ 100% ശരി തന്നെ. നന്ദന പിള്ള. പക്ഷേ ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. എന്നാ ഞാൻ പോക്കോട്ടെ? ആ ശരി. നന്ദന പിള്ള.